തന്നിട്ടുണ്ട്. ഓക്കെ, അറൗണ്ട് ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്തെവിടെയെങ്കിലും. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ലൈൻ അക്കാഡമി. നമുക്ക് ഒരാളോട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ചോദിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കറ്റോ അവിടെ പോകാനുള്ള വഴി ചോദിക്കണം. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ വഴി ചോദിക്കാം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെയുള്ള കോൺവെർസേഷൻ, ഇതുപോലുള്ള സംഭാഷണത്തിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺവെർസേഷൻ, സംഭാഷണം വളരെയധികം പ്രാധാന്യമുള്ള സംഭവമാണ് സ്പോക്കൺ ഇംഗ്ലീഷ്. ഇത് നമ്മുടെ രണ്ടാമത്തെ സംഭാഷണമാണ്, കോൺവെർസേഷനാണ്. ഒന്നാമത്തെ സംഭാഷണം ഞാൻ തന്നിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം കാണുക, അതിനുശേഷം ഇത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ രണ്ട് പേരുകളുണ്ട്. ഒന്നാണ് കരീം. ഓക്കെ, കരീം. രണ്ടാമതാണ് മോഹൻ. രണ്ട് പേരുകളുണ്ട്. ഓക്കെ, അപ്പോൾ കരീം ആദ്യമായിട്ട് നമ്മുടെ മോഹനെ കാണുകയാണ്. ഓക്കെ, അപ്പോൾ കരീം പറയുകയാണ്, ഹായ്, ഹൗ ഹാവ് യു ബീൻ? ഹായ്, ഹൗ ഹാവ് യു ബീൻ എന്ന് വെച്ചാൽ ഹൗ ആർ യു. അപ്പോൾ ഹൗ ആർ യു എന്ന് പറയുന്നതാണ്. ഹൗ ആർ യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖമാണോ? ഇപ്പോഴത്തെ കണ്ടീഷൻ അല്ലേ, ഇപ്പോഴത്തെ കണ്ടീഷൻ ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സുഖമാണോ. പക്ഷേ ഹൗ ഹാവ് യു ബീൻ എന്ന് പറഞ്ഞാലോ മലയാളം സെയിം ആണ്, നിങ്ങൾക്ക് സുഖമാണോ. പക്ഷേ ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇപ്പോഴും ഇതിന് മുന്നേയും നിങ്ങൾക്ക് സുഖമായിരുന്നു, നിങ്ങൾ സുഖമാണോ, സുഖമായിരുന്നു, അതുപോലെ സുഖമാണോ എന്നാണ്. ക്ലിയർ? ഹൗ ആർ യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖമാണോ, ഇപ്പോൾ നിങ്ങൾക്ക് സുഖമാണോ. ഹൗ ആർ യു. ഹൗ ഹാവ് യു ബീൻ. ഹൗ ഹാവ് യു ബീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സുഖമാണോ എന്നാണ്, പക്ഷേ ഇപ്പോൾ മാത്രമല്ല ഇതിന് മുന്നേയും എന്നർത്ഥം. ക്ലിയർ? ഹൗ ഹാവ് യു ബീൻ. ഹൗ ഹാവ് യു ബീൻ. അപ്പോൾ മോഹൻ പറയാണ് ഐ ഹാവ് ബീൻ ഗുഡ്. ഐ ഹാവ് ബീൻ ഗുഡ് എന്ന് വെച്ചാൽ ഐ ആം ഗുഡ്, എനിക്ക് സുഖമാണ് അല്ലേ. ഐ ആം ഗുഡ്. ഐ ഹാവ് ബീൻ ഗുഡ് എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേയും ഇപ്പോഴും എനിക്ക് സുഖമാണ്. ഐ ഹാവ് ബീൻ ഗുഡ്. ഐ ഹാവ് ബീൻ ഗുഡ്. ഓക്കെ, പിന്നെ താങ്ക് യു പറയാണ്. അതിന് കാരണം നമ്മളെക്കുറിച്ച് ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ താങ്ക് യു പറയണം അല്ലേ, കാരണം നമ്മളെക്കുറിച്ച് അന്വേഷിക്കല്ലേ, അപ്പോൾ താങ്ക് യു പറയണം. അല്ലേ, താങ്ക് യു. ഹൗ അബൌട്ട് യു. ഹൗ അബൌട്ട് യു എന്ന് വെച്ചാൽ വാട്ട് അബൌട്ട് യു. എനിക്ക് സുഖം തന്നെയാണ്, എനിക്ക് സുഖമാണ്. അപ്പോൾ നിങ്ങൾക്കോ? എനിക്ക് സുഖമാണ്, നിങ്ങൾക്കോ? വാട്ട് അബൌട്ട് യു അല്ലെങ്കിൽ ഹൗ അബൌട്ട് യു, രണ്ടും പറയാം. ഹൗ അബൌട്ട് യു അല്ലെങ്കിൽ വാട്ട് അബൌട്ട് യു. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് പറയണം. ഇങ്ങനെ ഇപ്പം ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ് ഹൗ ആർ യു, അപ്പോൾ നിങ്ങൾ പറയണം ഇത് ഐ എം ഗുഡ് ആൻഡ് വാട്ട് അബൌട്ട് യു. നിങ്ങൾ തിരിച്ച് ചോദിക്കണം. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കോ? അപ്പോൾ കരീം പറയാണ് ഐ ഹാവ് ഓൾസോ ബീൻ ഗുഡ്. ഐ ഹാവ് ഓൾസോ ബീൻ ഗുഡ് എന്ന് വെച്ചാൽ ഐ എം ഓൾസോ ഗുഡ്, എനിക്കും സുഖമാണെന്ന് അർത്ഥം. എനിക്കും സുഖമാണ്. ഓക്കെ, ഇപ്പോഴും ഇതിന് മുന്നേയും. ഇനി കരീം ചോദിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ആർ യു ഫ്രം ഹിയർ. ആർ യു ഫ്രം ഹിയർ. നിങ്ങൾ ഇവിടുത്തെ ആളാണോ, നിങ്ങൾ ഇവിടുത്തെ ആളാണോ, നിങ്ങൾ ഇവിടെ നിന്നാണോ. ആർ യു ഫ്രം ഹിയർ. ആർ യു ഫ്രം ഹിയർ. നിങ്ങളൊരു സ്ഥലത്ത് പോയിട്ട്, തൃശ്ശൂരോ കോഴിക്കോടോ പോയിട്ട് ഒരാളെ കാണുകയാണ്, അദ്ദേഹത്തെ ചോദിക്കുകയാണ് നിങ്ങൾ ഇവിടെ ഉള്ള ആണോ, ഇവിടെയുള്ള ആളാണോ. ആർ യു ഫ്രം ഹിയർ. ആർ യു ഫ്രം ഹിയർ. അപ്പോൾ മോഹൻ പറയാണ് യെസ് ഐ ആം ഫ്രം ഹിയർ. യെസ് ഐ ആം ഫ്രം ഹിയർ. ഞാൻ ഇവിടുത്തെ ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നാണ്. ഇനി അടുത്ത് കരീം ചോദിക്കുകയാണ് എന്താണ്, ഈസ് ദെയർ എ ഗുഡ് ഹോട്ടൽ അറൗണ്ട് ഹിയർ. അറൗണ്ട് ഹിയർ എന്നാണ്. അറൗണ്ട് ഹിയർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രേസാണ്, ഫിക്സഡ് ഫ്രേസാണ്. ഇതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അറൗണ്ട് ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ എടുത്തെവിടെയെങ്കിലും. ഓക്കെ, അറൗണ്ട് ഹിയർ, ഇവിടെ എടുത്തെവിടെയെങ്കിലും. അപ്പോൾ ചോദിക്കുകയാണ് ഈസ് ദെയർ എ ഗുഡ് ഹോട്ടൽ അറൗണ്ട് ഹിയർ. ഇവിടെ എടുത്തെവിടെയെങ്കിലും നല്ലൊരു ഹോട്ടലുണ്ടോ. ഇവിടെ എടുത്തെവിടെയെങ്കിലും നല്ലൊരു ഹോട്ടലുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം. ഈസ് ദെയർ എ ഗുഡ് ഹോട്ടൽ അറൗണ്ട് ഹിയർ. ഓക്കെ, ഇവിടെ എടുത്തെവിടെയെങ്കിലും ഒരു നല്ല ഹോട്ടൽ ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ മോഹൻ പറയാണ് യെസ് ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. എന്താണ്? തീർച്ചയായിട്ടും, യെസ് ഓഫ് കോഴ്സ്. ദെയർ ആർ മെനി ഗുഡ് ഹോട്ടൽസ് അറൗണ്ട് ഹിയർ. ദെയർ ആർ മെനി ഗുഡ് ഹോട്ടൽസ് അറൗണ്ട് ഹിയർ. ഇവിടെ അടുത്ത് ഒരുപാട് നല്ല ഹോട്ടൽസ് ഉണ്ട്, ഒരുപാട് നല്ല ഹോട്ടലുകൾ ഇവിടെ ഉണ്ട് എന്നർത്ഥം. യെസ് ഓഫ് കോഴ്സ് ദെയർ ആർ മെനി ഗുഡ് ഹോട്ടൽസ് അറൗണ്ട് ഹിയർ. ഓക്കെ, അപ്പോൾ അറൗണ്ട് ഹിയർ നല്ലൊരു വേർഡാണ്, നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കണം. കരീമിന് ഹോട്ടലിലേക്ക് പോകാനുള്ള വഴി അറിയില്ല, അപ്പോൾ അതുകൊണ്ട് വഴി ചോദിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഒരാളോട് നമ്മൾ വഴി ചോദിക്കുക, എവിടെയെങ്കിലും പോകാനുള്ളൊരു വഴി എങ്ങനെയാണ് ചോദിക്കുക എന്നതാണ് നോക്കാം. കരീം ചോദിക്കുകയാണ് കുഡ് യു പ്ലീസ് ടെൽ മി ദ വേ ടു ദ ബെസ്റ്റ് വൺ. ഇവിടെ വൺ എന്തുകൊണ്ടാണ് ഇവിടെ വൺ ഉപയോഗിച്ചത്? ഇവിടെ വൺ ഉപയോഗിക്കുക കാരണം നമ്മൾ മുകളിൽ ഇവിടെ 2 തവണ ഹോട്ടൽ ഉപയോഗിച്ചല്ലോ അല്ലേ. ഒരു ഹോട്ടൽ ഇവിടെ ഉപയോഗിച്ചു, അതുപോലെ ഹോട്ടൽ ഇവിടെയും ഉപയോഗിച്ചു. അപ്പോൾ പിന്നെയും ഹോട്ടൽ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നതിന് പകരം നമുക്കത് ഉപയോഗിക്കാം, പ്രൊനൗൺ ഉപയോഗിക്കാം അല്ലേ. ഓക്കെ,
ബീച്ച് ആണ്. ഇവിടെ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ എന്ന് പറഞ്ഞാൽ ഹോട്ടലാണ്, ഹോട്ടൽ. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് എന്താണ്? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരാളോട് വഴി ചോദിക്കേണ്ടത്. എങ്ങനെയാണ്? Could you please tell me the way? Could you please tell me the way to the hotel? Could you please tell me the way to the railway station? Could you please tell me the way to the market? ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ വഴി ചോദിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ദയവായി ആ ഒരു നല്ല ഹോട്ടലിലേക്കുള്ള വഴി പറഞ്ഞു തരുമോ എന്നർത്ഥം. ഇനി മോഹൻ പറയാണ് യെസ്. അപ്പോൾ നമ്മൾ പഠിച്ചു ഇങ്ങനെ എങ്ങനെയാണ് ഒരാളോട് നമ്മൾ എവിടേക്കെങ്കിലും പോകാനുള്ള വഴി ചോദിക്കുക അല്ലേ. ഇനി അടുത്താണ് എങ്ങനെയാണ് നമ്മൾ ആൻസർ കൊടുക്കുക. എങ്ങനെയാണ് നമ്മൾ പറയണം? ഒരു അര കിലോമീറ്റർ മുന്നോട്ട് പോവുക. എന്താണ്? അര കിലോമീറ്റർ മുന്നോട്ട് പോവുക. ഗോ സ്ട്രെയിറ്റ് ഫോർ ഹാഫ് എ കിലോമീറ്റർ. ഗോ സ്ട്രെയിറ്റ് ഫോർ ഹാഫ് എ കിലോമീറ്റർ. അര കിലോമീറ്റർ മുന്നോട്ട് പോവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ടേൺ ലെഫ്റ്റ് എന്താണ്? ജസ്റ്റ് ഇടത് തിരിയുക, ഇടത്തോട്ട് തിരിയുക. ഓക്കെ, ലെഫ്റ്റ് ഇടത്, റൈറ്റ് വലത്, തെറ്റരുത്. പറഞ്ഞു ഗോ സ്ട്രേറ്റ് ഫോർ ഹാഫ് എ കിലോമീറ്റർ ദെൻ ആൻഡ് ടേൺ ലെഫ്റ്റ്. ക്ലിയർ? ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇടത് തിരിയുക. അത് കഴിഞ്ഞിട്ട് ദാറ്റ്സ് ജസ്റ്റ് ഓവർ ദെയർ. അവിടെ തന്നെയാണ് എന്ന് പറയാം. അവിടെ തന്നെയാണ്. ദാറ്റ്സ് ജസ്റ്റ് ഓവർ ദെയർ. ഇപ്പം നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് ഒരു ഹോസ്പിറ്റൽ. ഓക്കെ, ഹോസ്പിറ്റൽ ചോദിക്കുക നിങ്ങളോട് ലിഫ്റ്റ് എവിടെയാണ്? ലിഫ്റ്റ് എവിടെയാണ്? അപ്പോൾ നിങ്ങൾ പറയാം ജസ്റ്റ് ഓവർ ദെയർ എന്ന് പറഞ്ഞാൽ മതി. ജസ്റ്റ് ഓവർ ദെയർ ഉണ്ടോ? ഇത് മാത്രം പറഞ്ഞാൽ മതി. ജസ്റ്റ് ഓവർ ദെയർ, അവിടെ തന്നെയാണ്. ജസ്റ്റ് ഓവർ ദെയർ, അവിടെ തന്നെയാണ്. ജസ്റ്റ് ഓവർ ദെയർ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണെന്ന് അർത്ഥം. ഇനി അടുത്തത് കരീം പറയാണ് മോഹനോട്, യു ആർ സച്ച് എ ഗുഡ് മാൻ. നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് എന്ന് പറയാം. യു ആർ സച്ച് എ ഗുഡ് മാൻ. യു ആർ സച്ച് എ ഗുഡ് മാൻ അല്ലെങ്കിൽ യു ആർ സച്ച് എ ഗുഡ് പേഴ്സൺ. മേ ഐ ഗെറ്റ് യുവർ നമ്പർ പ്ലീസ്? മേ ഐ ഗെറ്റ് യുവർ നമ്പർ പ്ലീസ്? ഓക്കെ, അങ്ങനെ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, നിങ്ങളുടെ ഫോൺ നമ്പർ എനിക്കൊന്ന് തരുമോ? നിങ്ങളുടെ ഫോൺ നമ്പർ എനിക്കൊന്ന് കിട്ടുമോ എന്നർത്ഥം. ഓക്കെ, യെസ്, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്. യു ആർ സച്ച് എ ഗുഡ് മാൻ. എനിക്ക് നിങ്ങളുടെ നമ്പർ ഒന്ന് കിട്ടുമോ? മേ ഐ ഗെറ്റ് യുവർ നമ്പർ പ്ലീസ്? അപ്പോൾ മോഹൻ പറയാണ് യെസ് ഹിയർ യു ആർ. ഇത് നല്ലൊരു ഫ്രേസാണ്. കാരണം സ്പോക്കൺ ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ്. നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ പേനയുണ്ടോ, നിങ്ങളുടെ കയ്യിൽ അതുണ്ടോ, അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങളിങ്ങനെ എടുത്തിട്ട് പറയാണ് ഇത് അല്ലേ, ഇത് എടുത്തോളൂ, ഇതാ ഇവിടെയാണ്, ഇതാ എന്ന് പറയല്ലേ. അപ്പോൾ ഇതാ എന്ന് പറയുന്നത് വേണ്ടി നമ്മൾ എന്താ ഉപയോഗിക്കുക ഇംഗ്ലീഷിൽ? ഹിയർ യു ആർ. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു കാർഡുണ്ട്. ഓക്കെ, അപ്പോൾ കാർഡ് എടുത്തിട്ട് ഒന്ന് പറയാം ഹിയർ യു ആർ. നിങ്ങളോട് ആരെങ്കിലും നമ്പർ ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ബിസിനസ് കാർഡ് ഉണ്ട്, എടുത്തിട്ട് പറയാം ഹിയർ യു ആർ. ഇതാ. ഹിയർ യു എന്ന് പറഞ്ഞാൽ ഇതാ എന്നർത്ഥം. ഓക്കെ, ഇതാ. ഇനി കരീം പറയാണ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പറയാം താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. ഇത് ഒരു 3-4 തവണ നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, നിങ്ങളുടെ മൈൻഡിൽ ഫീഡാവും. ക്ലിയർ? ജസ്റ്റ് പറയാം. ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ പറയാം താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. ഓക്കെ, അപ്പം എന്ത് പറയണം? ആരെങ്കിലും താങ്ക് യു പറയുമ്പോൾ എന്ത് പറയണം? യു ആർ വെൽക്കം. ഈ ഒരു സംഭാഷണം, ഈ ഒരു കോൺവെർസേഷൻ ജസ്റ്റ് ഒരു 2-3 തവണ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് വരികളുണ്ട്. ആ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. എങ്ങനെയാണ് നമ്മൾ ഒരാളോട് വഴി ചോദിക്കുക, ഒരാൾ നിങ്ങളോട് വഴി ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വഴി പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ കുറച്ച് വേർഡ്സ് ഉണ്ട്. ജസ്റ്റ് ഓവർ ദെയർ അല്ലേ, അതുപോലെ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ? അപ്പോൾ ഇനി സ്പോക്കൺ ഹിന്ദി പഠിക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അവിടെ പോവുക, അതും കാണുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഇന്ന് നമ്മുടെ 48ാമത്തെ ക്ലാസ്സാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം ഓരോ 3 ക്ലാസ് കഴിയുമ്പോൾ എന്തുണ്ടാവും, ലൈവ് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് വൈകുന്നേരം 9 മണി മുതൽ 10 മണി വരെ ലൈവ് ക്ലാസ് ഉണ്ടാകും. ആ ലൈവ് പ്രാക്ടീസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതൊക്കെ അവിടെ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, താങ്ക് യു എവരിവൺ.